ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ ബാബുവിന് ജാമ്യം നൽകിയത്. ഇതോടെ മുരാരി ബാബുവിന് ജയിലിന് പുറത്തിറങ്ങാം. പ്രജൻ, ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ മുരാരി ബാബു ഉള്ള ജയിലിലാണ്. തിരുവനന്തപുരത്തുള്ള സ്പെഷ്യൽ സബ് ജയിലിലാണ് അദ്ദേഹം ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബർ 21 മുതൽ അദ്ദേഹം കഴിഞ്ഞ 3 മാസക്കാലത്തിലധികമായി ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് കഴിയാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. 2 കേസുകളാണുള്ളത്. കട്ടിളപ്പാളി കേസിലും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പ കേസിലും. ഇങ്ങനെ 2 കേസിലാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കൊല്ലത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ്റെ ഓഫീസിൽ നിന്നുള്ള സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തും. ആ മുറയ്ക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 5 മണിക്കകം എത്തിയാൽ മാത്രമേ ഇറങ്ങാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ കൊല്ലത്ത് നിന്നുള്ള അതിൻ്റെ ജാമ്യം ലഭിച്ചതിൻ്റെ മറ്റുള്ള രേഖകളുമായി ആ അഭിഭാഷക സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടെ ജയിലിൽ എത്തും. എന്തായാലും അദ്ദേഹത്തിന് ഒരു നേരിയ ആശ്വാസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി SITയുടെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള നടപടിക്രമങ്ങൾ, ഏത് രീതിയിലുള്ള നീക്കമാണ് ഉണ്ടാവുക എന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ലഭിക്കുന്ന ജാമ്യം ഇദ്ദേഹത്തിനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇപ്പോൾ പത്മകുമാറും അതുപോലെ തന്നെ തന്ത്രിയും വാസുവും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ജയിലിൽ കഴിയുമ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ള ഒരൊറ്റ ലൂപ്പ് ഹോളിലാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ ഈ കൊല്ലം വിജിലൻസ് കോടതി തയ്യാറായിരിക്കുന്നത്.